ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം വേദയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചതിനെ തുടർന്ന് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കൂടെ അച്ചുവും മൃദുലയും അവർക്കൊപ്പം തന്നെ സഹായത്തിനുണ്ടായിരുന്നു. വേദയുടെ കൈ ചേർത്ത് പിടിച്ച് മൃദുല ഒപ്പം കൂട്ടിയപ്പോൾ തനിക്കൊരു ചേച്ചിയെയും ഏട്ടത്തിയമ്മയെയും കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു അവളുടെ മുഖത്ത് നിറയെ കാണാൻ സാധിച്ചത്. ഇതുവരെ അനുഭവിച്ചറിയാത്ത ഒരു ഏട്ടൻ്റെ വാത്സല്യം കൂടി അച്ചുവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞപ്പോഴും അവളുടെ മനസ്സ് ഒരുപാടധികം സന്തോഷിക്കുന്നുണ്ടായിരുന്നു. തനിക്ക് ചുറ്റും ആരൊക്കെയോ ഉണ്ടെന്നുള്ള തോന്നൽ അവളുടെ കണ്ണുകളെ അറിയാതെ ഈറനണിയിച്ചപ്പോൾ അനന്തു സംശയത്തോടെ അവളെ നോക്കി എന്തു പറ്റിയെന്നവൻ ആംഗ്യഭാവത്തിൽ ചോദിച്ചു. ഉടനെ അവളൊന്നുമില്ലെന്ന മട്ടിൽ തോളുപൊക്കി അവന് നേരെയൊന്ന് കണ്ണിറുക്കി കാണിച്ചതും അനന്തു കണ്ണ് ചുരുക്കി പിടിച്ചുകൊണ്ട് അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ എന്തോ ചിരി അടക്കി വയ്ക്കാൻ കഴിയാത്തതുപോലെ പെട്ടെന്നവൾ ആരും കാണാതെ മുഖം തിരിച്ചു പുറത്തേക്ക് നോക്കിയിരുന്നപ്പോൾ അനന്തുവും അവളെ നോക്കി അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോവുകയായിരുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം വീടിൻ്റെ ഉമ്മറത്തേക്ക് കാറ് ചെന്ന് നിർത്തിയപ്പോഴാണ് വീടിന് ചാരെ ഒരു സ്ത്രീ അവിടെ വന്ന് നിൽക്കുന്നത് അനന്തു ശ്രദ്ധിച്ചത്. പരിചിതമല്ലാത്ത ആ മുഖത്തെ നോക്കി അവൻ പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ബാക്കിയുള്ളവരും പതുക്കെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവരെയെല്ലാം ഒരുമിച്ച് കണ്ട ഭവ്യതയോടെ ഒരു പുഞ്ചിരിയും നൽകി ആ സ്ത്രീ അവരെ നോക്കി നിൽക്കുമ്പോഴാണ് അനന്തു സംശയത്തോടെ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നത്. ആരാ, മനസ്സിലായില്ല? വീടെങ്ങാനും മാറി വന്നതാണോ? അവൻ്റെ ചോദ്യത്തിന് ആ സ്ത്രീ മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അച്ചുവും അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അവർ വഴിമാറി വന്നതൊന്നുമല്ല അനന്തു. അവരോട് ഞാൻ ഇവിടേക്ക് വരാൻ പറഞ്ഞത്. ഇവിടേക്കോ? എന്തിനെ? വേദയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾക്ക് വേണ്ടത് പരിപൂർണ വിശ്രമമാണ്. അതിനിവിടെ ഒരാൾ നിൽക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണ് അനന്തു. കുറച്ച് ദിവസം എന്തായാലും കോളേജിൽ പോകാൻ അവൾക്ക് സാധിക്കില്ല. നീ രാവിലെ വർക്ക്ഷോപ്പിലേക്ക് കൂടി പോയാൽ പിന്നെ അവൾ ഇവിടെ തനിച്ചാവില്ലേടാ. അതുകൊണ്ട് അവൾക്ക് സുഖമാവുന്നത് വരെയെങ്കിലും അവരിവിടെ ഉണ്ടായിക്കോട്ടെ. എന്തേ, നിനക്കെന്തേലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഇല്ല അച്ചുവേട്ടാ. അച്ചുവേട്ടൻ എടുത്ത തീരുമാനം തന്നെയാണ് ശരി. ഞാനും അതേക്കുറിച്ച് ആലോചിച്ചതാണ്. എന്നാൽ പെട്ടെന്ന് എവിടുന്ന ഒരാളെ കിട്ടുക എന്ന ആശങ്കയായിരുന്നു എനിക്ക്. എനിക്കറിയാം നിങ്ങളിങ്ങനെ ഒരവസ്ഥയിൽ തനിച്ചാക്കുന്നത് ശരിയല്ലെന്ന്. പക്ഷേ നിൻ്റെ അച്ചുവേട്ടൻ ഇപ്പോൾ തൽക്കാലത്തേക്കൊന്നും ചെയ്യാനാവാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മുടെ അച്ഛനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ വനജ അമ്മായിയോടും മോളോടുമുള്ള അടങ്ങാത്ത സ്നേഹം അച്ഛൻ്റെ മനസ്സിനെയും കണ്ണുകളെയും ഒക്കെ മൂടിക്കെട്ടിരിക്കുകയല്ലേ. അതിൽ നിന്ന് അച്ഛനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരല്പം താമസം എടുക്കും അനന്തു. അതുവരെ ഈ ഏട്ടനോട് നീ ഒന്ന് ക്ഷമിച്ചേക്കണേടാ. അച്ചു അവൻ്റെ തോളിൽ തട്ടി സ്നേഹത്തോടെ അത് പറയവേ അനന്തു ഏട്ടൻ്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു കാട്ടി. മതി, ഈ ഒരു സ്നേഹത്തിനപ്പുറം ഈ അനന്തുവിന് മറ്റൊന്നും വേണ്ട അച്ചുവേട്ടാ. ഒരു തളർച്ച ഉണ്ടാകുമ്പോൾ താങ്ങാൻ എൻ്റെ ഏട്ടൻ്റെ ഈ കൈകളുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. അതിനപ്പുറം ഒന്നും ഈ അനന്തു ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. സ്നേഹം പുരട്ടിയ വാക്കുകളാൽ പരസ്പരം അവർ സ്വയം മറന്നുകൊണ്ട് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് വേദ അവരെ ഒന്ന് വിളിച്ചുണർത്തിയത്. ഇങ്ങനെ ഏട്ടനെ വീടിൻ്റെ ഉമ്മർത്ത് തന്നെ നിർത്തിച്ചുകൊണ്ട് സ്നേഹം പങ്കിടാനാണോ അന്തേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്? അകത്തേക്ക് അവരെ ക്ഷണിക്കുന്നില്ലേ അന്തേട്ടാ? പെട്ടെന്ന് അവളുടെ ചോദ്യം കേട്ടപ്പോഴാണ് വേദ പറഞ്ഞത് ശരിയാണെന്ന് അന്തുവും ഓർത്തുപോയത്. ഒരു ചമ്മലോടെ നെറ്റി ഒരു സിപ്പ് കൊണ്ടവൻ ഏട്ടനെ നോക്കിയൊന്ന് വീണ്ടും പുഞ്ചിരിച്ചു. സോറി അച്ചുവേട്ടാ, സംസാരത്തിനിടയിൽ ഞാൻ ആ കാര്യം അങ്ങ് മറന്നു. അതൊന്നും സാരമില്ലടാ. ഇപ്പോൾ ഏതായാലും ഞങ്ങൾ അകത്തേക്ക് കയറുന്നില്ല. അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. മാത്രമല്ല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടേക്ക് എപ്പോൾ വേണേലും കയറി വരാലോടാ. അച്ചു അവനെ നോക്കിയത് പറയവേ വേദ നിരാശയോടെ പെട്ടെന്ന് മൃദുലയുടെ കൈകളിൽ നിന്ന് മുറുക്കി പിടിച്ചു. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ വേഗം അങ്ങ് ഇറങ്ങിപ്പോവുകയാണോ ഏട്ടത്തി? കളങ്കമില്ലാത്ത അവളുടെ ആ സ്നേഹത്തിൽ മനസ്സ് നിറഞ്ഞതുപോലെ മൃദുല അവളുടെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു. അതെ, ഇപ്പം തൽക്കാലം ഞങ്ങൾ കയറുന്നില്ലെന്നേ ഉള്ളൂ. അച്ചുവേട്ടൻ പറഞ്ഞതുപോലെ ഇനി ഞങ്ങൾക്ക് എപ്പോൾ വേണേലും ഇവിടേക്ക് കയറി വരാലോ വേദ. അപ്പോഴേക്കും ഈ ക്ഷീണമൊക്കെ മാറ്റി താൻ ഒന്നുകൂടി ഒന്ന് ഉഷാറാവുകയും ചെയ്യും. അന്ന് നിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മാത്രം ആവില്ല, ഒരു സദ്യ തന്നെ കഴിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുള്ളൂ. അല്ലേ അച്ചുവേട്ടാ?
ആ അതെ അതെ. മൃദുലയുടെ സംസാരത്തിൽ എല്ലാവരും ഒരുപോലെ ചിരിവിടർത്തി നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അനന്തുവിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്. അവൻ അതെടുത്തു വെച്ച് വേഗം ചെവിയോട് അടുപ്പിച്ചു വെച്ച ശേഷം അവിടെ നിന്നും മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം ആ കോള് കട്ട് ചെയ്തവൻ അവരുടെ അടുത്തേക്ക് ചെന്നെങ്കിലും ഫോൺ സംഭാഷണത്തെക്കുറിച്ചൊന്നും അവൻ ആരോടും ചർച്ച ചെയ്യാൻ മെനക്കെട്ടില്ല. എന്നാലും അവൻ്റെ മുഖത്തൊരു ടെൻഷൻ ഉള്ളതുപോലെയാണ് വേദയ്ക്ക് തോന്നിയത്. എങ്കിലും അവളൊന്നും ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കാനും ശ്രമിച്ചില്ല. അധികം താമസിയാതെ അച്ചുവും മൃദുലയും അവരോട് യാത്ര പറഞ്ഞിറങ്ങിയതിന് പിന്നാലെ അനന്തവും ബൈക്കെടുത്ത് അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ അവൻ പോകുന്നിടത്തേക്ക് തന്നെ എത്തി വലിഞ്ഞു നോക്കുകയായിരുന്നു. പതിവില്ലാത്ത നേരത്ത് വിശ്വൻ്റെ കൂട്ടുകാരനായ മേനോൻ വക്കീൽ അവിടേക്ക് കയറി വന്നത് കണ്ട് രേണുക ഒരാശ്ചര്യത്തോടെയാണ് അകത്തേക്ക് സ്വീകരിച്ചിരുത്തിയത്. വിശ്വനെ നേരിലൊന്ന് കാണണമെന്നും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സംസാരിച്ച് വ്യക്തമാക്കുന്നതിനും കൂടി വേണ്ടിയാണ് താനിപ്പോൾ ഇവിടേക്ക് വന്നു കയറിയതെന്ന അയാളുടെ ധ്വനിയിൽ എന്തോ ഒരു പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് രേണുവയ്ക്കും തോന്നിപ്പോയി. എന്നാൽ കാര്യം എന്താണെന്ന് മേനോൻ വക്കീലിനോട് നേരിട്ട് ചോദിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പേ വിശ്വം അവർക്കിടയിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു. പിന്നീടൊന്നും ചോദിക്കാൻ രേണുകയും മെനക്കെട്ടിരുന്നില്ല. അതിനിടയിലാണ് മേനോന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ടുവരാൻ രേണുകയോട് വിശ്വം ആവശ്യപ്പെട്ടത്. അതോടെ തന്നെ അവിടെ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്ന തോന്നൽ രേണുവിൻ്റെ ഉള്ളിലെ സംശയങ്ങൾക്കും തിരികൊളുത്താൻ ഇടയാക്കുകയായിരുന്നു. ചായ എടുക്കാനെന്ന ഭാവത്തിൽ രേണുക അവിടെ നിന്നൊന്ന് മാറി നിന്നെങ്കിലും വാതിലിനപ്പുറത്ത് നിന്നും മറിഞ്ഞു നിന്നുകൊണ്ട് അവർ പറയുന്നത് എന്താണെന്ന് അറിയാനുള്ള തിടുക്കം രേണുവിൻ്റെ മനസ്സിനെയും അസ്വസ്ഥമാക്കിയിരുന്നു. ഇത്രയും കാലത്തെ വിവാഹ ജീവിതത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും വിശ്വേട്ടന് നേരെ തനിക്കൊരു സംശയം ഉണ്ടായിട്ടില്ലെന്ന് രേണുവിനറിയാം. എന്നാൽ ഈയിടെയായി താനറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ വിശ്വേട്ടൻ തന്നിൽ നിന്നും ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് പോലൊരു തോന്നൽ വന്നു കഴിഞ്ഞിരുന്നു. അതിൻ്റെ കാരണം തന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ പെരുമാറ്റവും സംസാരവും ഒക്കെ തന്നെയാണെന്ന് അവരും വിശ്വസിച്ചു. ചിന്തകൾ രേണുവിൻ്റെ മനസ്സിനെ പിടിമുറുക്കുന്നതിനിടയിലാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് വിശ്വത്തിൻ്റെ സംസാരം പെട്ടെന്ന് അവിടെ ഉയർന്നു പൊങ്ങിയത്. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കണം മേനോനെ. എൻ്റെ മകൻ ചെയ്ത തെറ്റിന് എനിക്കിങ്ങനെയെങ്കിലും പരിഹാരം ആ കുട്ടിയോട് തീർത്തേ മതിയാകൂ. അനന്തുവിനായി മാറ്റിവെക്കാൻ ഉദ്ദേശിച്ചതെല്ലാം ഭദ്രയുടെ പേരിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി എഴുതണം. നാളെങ്കിൽ നാളെ. ഇനിയും അത് ഒരുപാട് നീട്ടി വലിച്ചു കൊണ്ടുപോകാൻ എനിക്കെന്തായാലും താല്പര്യമില്ല മേനോനെ. കൂട്ടുകാരൻ്റെ ഉറച്ച മട്ടിലുള്ള ആ പെരുമാറ്റം കണ്ട് മേനോൻ വക്കീൽ അറിയാതെ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് മെല്ലെ ചാരിയിരുന്നു. അത്രയ്ക്കൊക്കെ ഒരു കടുത്ത തീരുമാനം വേണോ വിശ്വ? എത്രയായാലും അനന്തു തൻ്റെ രക്തത്തിൽ പിറന്നവനല്ലേടോ. ഒരു അനാഥ പെൺകുട്ടിയെ വിവാഹം ചെയ്തു എന്ന തെറ്റിന് അവൻ്റെ നേർക്ക് ഇങ്ങനെ ഒരു പകപോക്കല് വേണോ എന്ന് തനിക്ക് ഒന്നുകൂടി ആലോചിച്ച് നോക്കിക്കൂടെ വിശ്വ? മുദ്രപത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് മൂക്കിൻ തുമ്പിലേക്ക് ഇറങ്ങിയ കണ്ണടയിലൂടെ കൂട്ടുകാരനെ നോക്കി അയാളത് പറയവേ വിശ്വം ഒരു പുഞ്ചിരിയോടെ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് അയാളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. ഓർഫനേജിലെ ഒരുപാട് അനാഥ കുട്ടികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നവനാ മേനോനെ ഈ വിശ്വംഭരൻ. അതുപോലെ അവൾക്ക് ജീവിക്കാനുള്ളത് എത്രയാണെങ്കിലും കൊടുക്കാമെന്ന് ഞാൻ വാക്കു പറഞ്ഞതാണ് എൻ്റെ മകനോട്. എന്നാൽ അവൻ ഒരേ വാശി, അവളെ കൂടെ കൂട്ടി സംരക്ഷിച്ചേ മതിയാകൂ എന്ന്. അതിനവൻ വേദനിപ്പിച്ചത് ഇത്രയും കാലം അവനെ സ്നേഹിച്ച പെൺകുട്ടിയായിരുന്നു. ആ തെറ്റ് എനിക്കൊരിക്കലും പൊറുക്കാനാവില്ല മേനോനെ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കണം. ഇനി തനിക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറ. ഞാൻ കാശ് മുടക്കി വേറെ ഏതെങ്കിലും നല്ല വക്കീലിനെ ഏർപ്പാട് ചെയ്യാം. ആ എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യുന്നതാവും വിശ്വ കൂടുതൽ നല്ലത്. പ്രായപൂർത്തിയായ ഏതൊരു പുരുഷനും സ്വന്തം വിവാഹകാര്യത്തെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള അവകാശം നിയമപരമായി ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൊറുക്കാൻ പറ്റാത്ത തെറ്റൊന്നുമല്ല അനന്ത് ചെയ്തിരിക്കുന്നത്. ചെറുപ്പം മുതലേ അവനെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാവുന്നതാണ്. ന്യായമായ കാര്യങ്ങൾ മാത്രമേ അവൻ എന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ അവൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയാൽ പോലും പിന്നീട് അത് ശരിയായിരുന്നു എന്ന് തോന്നിയ ഒരുപാട് സന്ദർഭങ്ങൾ ഈ എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുകൂടി പറയുക, അനന്തുവിനോടും കൂടി ഒരു സമ്മതം ചോദിച്ചിട്ട് പോരെ താൻ ഇതിനൊക്കെ ഒന്ന് ഇറങ്ങിത്തിരിക്കാൻ? അവൻ്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം മേനോനെ? എൻ്റെ സ്വത്ത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് എഴുതി കൊടുക്കും. അതിൻ്റെ പേരിൽ അവൻ എന്ത് പ്രശ്നമുണ്ടാക്കാൻ വന്നാലും ഞാൻ അത് നേരിടാൻ തന്നെയാണ് പോകുന്നത്. ആ എങ്കിൽ പിന്നെ താൻ തൻ്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പിന്നെ ഒരു കാര്യം കൂടി,
സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞ് താൻ ആരെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാലും അവരൊന്നും തൻ്റെ കൂടെ എന്നും ഉണ്ടാകില്ലെന്ന് കൂടി താൻ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും വിശ്വ. ഇരുന്നിടത്തുനിന്നും പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് മുദ്രപത്രം കസേരയിലേക്ക് നീട്ടി വലിച്ചിട്ട ശേഷം കൂട്ടുകാരന് നേരെ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ട് ദേഷ്യത്തോടെ മേനോൻ വക്കീൽ അവിടെ നിന്നും വേഗം ഇറങ്ങിപ്പോയി. അപ്പോഴും വിശ്വത്തിൻ്റെ മുഖത്തൊരു പുച്ഛഭാവം മാത്രമായിരുന്നു നിഴലിച്ചത്. തനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന ഭാവത്തിൽ അയാൾ മുഖം തിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴായിരുന്നു വാതിൽപ്പടിയിൽ തന്നെ മാത്രം ലക്ഷ്യം വെച്ച് നോക്കി നിൽക്കുന്ന രേണുകയെ പെട്ടെന്ന് അയാൾ കണ്ടത്. ആ നോട്ടത്തിൽ ചില സംശയങ്ങളൊക്കെ അയാൾക്കും അനുഭവപ്പെട്ടെങ്കിലും അതൊന്നും മുഖവിലക്കെടുക്കാതെ അയാൾ അകത്തേക്ക് തന്നെ കയറാൻ നോക്കി. ഇവിടെ സംസാരിച്ചതൊക്കെ ഞാനും കേട്ടു വിശ്വേട്ടാ. ഓ, അപ്പോൾ ഇത്രയും നേരം താനെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നല്ലേ? എന്നു മുതലാ രേണു തനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം തുടങ്ങിയത്? അയാൾ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ ഒന്ന് ഉറ്റുനോക്കിയതും രേണുക പെട്ടെന്ന് മുഖം തിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. വിശ്വേട്ടൻ്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവമാറ്റം തന്നെയാണ് എന്നെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത്. അന്തുവിൻ്റെ അവകാശങ്ങളൊക്കെ പെങ്ങളുടെ മകൾക്ക് എഴുതി കൊടുക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം കൂട്ടുകാരനുണ്ടായ വേദന പോലും വിശ്വേട്ടന് തോന്നാതെ പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും നാള് അവനോട് പുറമെ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിലൊരല്പമെങ്കിലും സ്നേഹം മകന് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് ബോധ്യമായി നിങ്ങളുടെ ഉള്ളിൽ അനന്തുവിനോട് ഒരു തരി പോലും സ്നേഹമില്ലെന്ന്. വികാരഭരിതയായി അയാൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് രേണുക ഉറക്കെ പൊട്ടിത്തെറിക്കുന്നത് കണ്ടിട്ടും അയാളുടെ മനസ്സിന് അന്നേരം യാതൊരു കുലുക്കവും സംഭവിച്ചിരുന്നില്ല. അതെ, നീ പറഞ്ഞത് തന്നെയാ ശരി. ജനിപ്പിച്ച സ്വന്തം പിതാവിൻ്റെ മാനത്തിന് വില കൽപ്പിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവനാ അവൻ. അവനു വേണ്ടി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിൽ നിന്നും ഒരംശം പോലും കൊടുക്കാൻ പോണില്ലെന്നുള്ളതും എൻ്റെ തീരുമാനമാണ്. അതിനെ ആര് വിചാരിച്ചാലും മാറ്റാനും പോണില്ല. തറപ്പിച്ചൊരു നോട്ടം രേണുവിന് നേരെ നോക്കിക്കൊണ്ട് അയാൾ അവിടെ നിന്നും പോകുമ്പോൾ നിസ്സഹായായ ഒരമ്മയുടെ വേദനയും കടിച്ചമർത്തി അവരവിടെ നിന്ന് അമർന്നിരുന്നു പോവുകയായിരുന്നു അന്നേരം. അതിനിടയിലാണ് പുഞ്ചിരിച്ച മുഖത്തോടെ അച്ചുവും മൃദുലയും കൂടി അവിടേക്ക് വന്നു കയറിയത്. ഹാളിലെ സെറ്റിയിലിരുന്ന് കണ്ണുനീരുതിർക്കുന്ന തൻ്റെ അമ്മയെ കണ്ടപാടെ അച്ചു പരിഭ്രമത്തോടെയാണ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിരുന്നത്. എന്തു പറ്റി അമ്മേ എന്ന അവൻ്റെ ചോദ്യത്തിന് മുൻപിൽ ഒരു തളർച്ചയോടെ രേണു അവൻ്റെ നെഞ്ചിലേക്ക് വീണയുടൻ അവൻ്റെ മനസ്സും വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. ബൈക്കുമായി അനന്തു നേരെ പാഞ്ഞു കയറിയത് ഒഴിഞ്ഞുകിടക്കുന്ന കോളേജ് കോമ്പൗണ്ടിനകത്തേക്കായിരുന്നു. അന്നേരം അവൻ്റെ വരവും കാത്ത് വരുൺ പുറത്തു തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുൻപിലേക്ക് വണ്ടി ചെന്ന് നിർത്തുമ്പോൾ ഒരു പോരിന് തയ്യാറെടുക്കുന്നതിൻ്റെ ആവേശമുണ്ടായിരുന്നു വരുണിൻ്റെ മുഖത്ത്. അന്ന് കോളേജിന് അവധിയായിരുന്നതുകൊണ്ട് തിക്കും തിരക്കുമില്ലാതെ അനന്തവും വരുണും പ്രിൻസിപ്പലിൻ്റെ റൂമിനെ ലക്ഷ്യം വെച്ച് നേരെ നടന്നു. ഡോറിൽ മുട്ടി വിളിച്ച് അനുവാദം ചോദിച്ചവർ അകത്തേക്ക് കയറുമ്പോൾ പ്രിൻസിപ്പൽ മാത്രമായിരുന്നു അകത്തുണ്ടായിരുന്നത്. എന്നാൽ അപ്പോഴും അനന്തുവിൻ്റെ കണ്ണുകൾ തിരിഞ്ഞത് അയാൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അവൻ്റെ ആ നോട്ടത്തിൻ്റെ അവസാനം ചെന്ന് നിന്നത് ചുമരിനോട് ചേർന്ന ഒരു മൂലയിൽ പേടിയോടെ തല താഴ്ത്തിയിരിക്കുന്ന അയാളിലേക്കായിരുന്നു. പെട്ടെന്ന് അയാളെ കണ്ടതിൻ്റെ ചോരത്തിളപ്പിൽ അനന്തുവിൻ്റെ മുഷ്ടി കലിയോടെ ചുരുണ്ടുകൂടി. അലറി അടുത്തുകൊണ്ട് അയാളുടെ നേർക്ക് അവൻ പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടു നിൽക്കുന്നവർക്കൊന്നും പെട്ടെന്ന് അവനെ പിടിച്ചു മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. അനന്തു അയാളുടെ ദേഹത്ത് കൈവയ്ക്കുമ്പോഴൊക്കെ ഉറക്കെ ഒരു നിലവിളി അല്ലാതെ പിന്നീട് മറ്റൊന്നും അവിടെ ഉയർന്നു പൊങ്ങിയില്ല. ഒടുവിൽ പ്രിൻസിപ്പൽ തന്നെ നേരിട്ടിടപെട്ട അയാളിൽ നിന്നും അവനെ പിടിച്ചു വലിച്ച് മാറ്റി നിർത്തിയെങ്കിലും അനന്തുവിന് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ അവൻ സ്വന്തം തുടയിൽ തന്നെ ആഞ്ഞടിക്കുകയായിരുന്നു അന്നേരം. മിസ്റ്റർ അനന്തൻ, താങ്കളിങ്ങനെ അയാളെ തല്ലിയത് കൊണ്ട് മാത്രം കാര്യമില്ല. നടന്നതെന്താണെന്ന് ഇപ്പോൾ അയാൾക്ക് മാത്രമേ പറയാൻ സാധിക്കൂ. അതിനാദ്യം വേണ്ടത് അല്പം ക്ഷമയാണ്. ഇന്ന് കോളേജിന് അവധിയായിട്ടും കൂടി ഞാൻ ഇവിടേക്ക് എത്തിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ എനിക്ക് ഇമ്മീഡിയറ്റായി സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടായിരുന്നു. അപ്പോഴാണ് കോളേജിനകത്തേക്ക് ഇയാൾ മകുടിയും പിടിച്ചുകൊണ്ട് മതിലെടുത്ത് ചാടുന്നത് ഞാൻ യാദൃശ്യമായി കണ്ടത്. ആദ്യ കാഴ്ചയിൽ തന്നെ അയാളൊരു പാമ്പ് പിടുത്തക്കാരനാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ വേഗം നിങ്ങളെ വിളിച്ച് ഈ വിവരം അറിയിച്ചത്. തൻ്റെ തല്ലുകൊണ്ട് ഇവിടെ വെച്ച് അയാൾക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാനും കൂടി ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരില്ലേ മിസ്റ്റർ അനന്തൻ? സാറ് പേടിക്കേണ്ട, ഇവനെ ഞാൻ അത്ര പെട്ടെന്നൊന്നും കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിനു മുമ്പ് ഇവൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറയണം. എന്നിട്ട് ആലോചിക്കാം ഇവനെ തല്ലണോ അതോ കൊല്ലണോ എന്നൊക്കെ. പറയടാ, എന്തിനാ നീ ഇവിടേക്ക് ഈ മകുടയും പിടിച്ചുകൊണ്ട് മതിലെടുത്ത് ചാടിയത്? നിന്നെ ആരാടാ ഇവിടേക്ക് പറഞ്ഞയച്ചത്? മര്യാദയ്ക്ക് സത്യം തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലത്.
കണ്ണുകളിൽ വെറി പൂണ്ട ദേഷ്യത്തോടെ അയാളുടെ ബനിയനിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അനന്തു കണ്ണുരുട്ടും തോറും പേടിയോടെ അയാൾ ഒന്നുകൂടി ചുരുണ്ടുകൂടാൻ ശ്രമിച്ചു. അതിനിടയിലാണ് വരുൺ അവൻ്റെ കവിളിൽ നോക്കി ഒന്ന് പൊട്ടിക്കുകയും കൂടി ചെയ്തത്. അതോടെ നിലവിളിച്ചുകൊണ്ട് അയാൾ അവരുടെ നേർക്ക് തൊഴുകൈകളോടെ കണ്ണീരൊലിപ്പിച്ച് സത്യം പറഞ്ഞു തുടങ്ങി. മന്നിക്കണം സാറേ, ഞാൻ എൻ്റെ തപ്പും പണ്ണല് കാണാമ പോനേ പാമ്പ് കിഴക്കരത്തേക്ക് നാ இந்த മതിലെ താണ്ടി ഇറങ്ങിയത്. കാണാതായ പാമ്പോ? അനന്തു ആകാംക്ഷയോടെ അയാളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ആമാ സാർ, ഭദ്രേന്ന് പേരുള്ള ഒരു പൊണ്ണു വന്ന് എങ്കിട്ട് ഒരു പാമ്പ് കിടക്കുമാന്ന് சொன்னேன். எதுக்குன்னு நான் அப்பவே கேட்டேன். அப்போ அந்த பொண்ணு சொன்னது இப்படிதான் சார், இந்த காலேஜில் ஒரு ட்ராமா இருக்கு, அதுக்கு ஒரிஜினல் பாம்பு கிடைக்கணும்னு, பைசா எவ்வளோ வேணா தரேன்னு சொல்லிட்டேன். பாம்பு வந்து பொழப்பு சார், தரமாட்டேன்னு நான் எவ்வளோ வாட்டி சொல்லியாச்சு. ஆனால் அந்த அம்மா சொன்னால் கேட்க மாட்டேங்கிரு. வேற வழி இல்லாமல் நான் சரின்னு சொல்லிட்டேன். அதுக்கப்புறம் என்ன நடந்துச்சுன்னு எனக்கு தெரியாது சார். இப்போ பாம்பு காணோம். அந்த அம்மா கிட்ட கேட்டால் தெரியாத மாதிரி இப்போ நடிக்கிறேன். நான் என்ன பண்ணணும் சார்? എനിക്ക് ഒന്നുമേ പുരിയില്ലേ, എന്നെ മன்னிച്ചിട് സാർ. അയാൾ കരഞ്ഞുകൊണ്ട് അനന്തുവിൻ്റെ കാലിലേക്ക് വീണതും അവൻ പെട്ടെന്ന് ഒരടി പിന്നോട്ട് വലിഞ്ഞു നിന്നു. എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നെങ്കിലും അവൻ്റെ ഉള്ളിൽ ഭദ്രയോടുള്ള ദേഷ്യം ആളിക്കത്തുകയായിരുന്നു അന്നേരം. എങ്കിലും പെട്ടെന്ന് തന്നെ അവൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഗൗരവം ഭാവിച്ച മുഖത്തോടെ നിന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. താൻ എനിക്കറിയൊന്നും വേണ്ട. സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് തന്നെ ഞാനിനി ഒന്നും ചെയ്യില്ല. പക്ഷേ താൻ അറിയാതെ ചെയ്തതാണെങ്കിലും തൻ്റെ പാമ്പ് കാരണം എൻ്റെ ഭാര്യയാണ് അപകടത്തിലായത്. ഇതെങ്ങാനും ഞാൻ കേസാക്കിയാലുണ്ടല്ലോ, താനും ആ ഭദ്രയെന്ന് പറയുന്നവളും കൂടി അകത്ത് കിടന്ന് അഴിയെണ്ണേണ്ടി വരും. അവനത് പറയവേ പെട്ടെന്ന് അയാൾ പേടിയോടെ കണ്ണു തുറിച്ചുകൊണ്ട് പതുങ്ങിയൊന്ന് നിൽക്കാൻ ശ്രമിച്ചു. അന്നേരമാണ് വരുൺ വന്ന അനന്തുവിൻ്റെ ചുമലിലൊന്ന് തൊട്ടത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാടാ നിന്റെ പ്ലാൻ? അയാളിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അനന്ത് മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അയാളെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഒന്നും മനസ്സിലാവാതെ കൂടെ വരുണും അവനെ അനുഗമിച്ചുകൊണ്ട് നടക്കാൻ ഒരുങ്ങിയത്. അതിനിടയിലാണ് പെട്ടെന്ന് പ്രിൻസിപ്പൽ സാർ സംശയത്തോടെ അനന്തുവിൻ്റെ അടുത്തേക്ക് വന്നത്. മിസ്റ്റർ അനന്തൻ, ഇയാളെയും കൊണ്ട് നിങ്ങളിനി എവിടേക്കാ? പോലീസ് സ്റ്റേഷനിലേക്കാണോ? അല്ല സാർ, അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരാളെ കൂടി എനിക്ക് കാണാനുണ്ട്. ചില കണക്കുകളൊക്കെ നേരിട്ട് പറഞ്ഞു തീർക്കാനുണ്ട്. അതിന് ഇയാളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായേ പറ്റൂ. സാറ് പേടിക്കണ്ട, ഇതിൻ്റെ പേര് കോളേജിനൊരു അപമാനമോ ദുഷ്പേരോ ഒന്നും തന്നെ ഉണ്ടാക്കാൻ പോണില്ല. അല്ലാതെ തന്നെ ഈ പ്രശ്നം എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം സാർ. എന്തായാലും ഇയാളെ എൻ്റെ കയ്യിലേക്ക് എത്തിച്ചു തന്നതിന് സാറിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നപ്പോൾ തൻ്റെ തലയ്ക്കകത്ത് ഇത്രയും ദിവസം കയറ്റി വെച്ചിരുന്ന ഒരു വലിയ ഭാരം ഇറങ്ങിക്കിട്ടിയതിൻ്റെ ആശ്വാസത്തോടെയാണ് അയാളൊരു ദീർഘനിശ്വാസം അന്നേരം പുറത്തേക്ക് വിട്ടത്. കൈലാസത്തിൻ്റെ വീട്ടുപടിക്കലിൽ അനന്തു തൻ്റെ വണ്ടി ചെന്ന് നിർത്തുമ്പോൾ വിശ്വംഭരൻ ഉമ്മർത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അനന്തുവിൻ്റെ പെട്ടെന്നുള്ള വരവ് കണ്ടതും തൻ്റെ അവകാശം ചോദിക്കാനുള്ള വരവായിരിക്കുമോ ഇതെന്ന് അയാൾ വെറുതെ തെറ്റിദ്ധരിച്ചു പോവുകയായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പോൾ പോലെ പെട്ടെന്ന് അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് രണ്ടും കൽപ്പിച്ചെന്ന മട്ടിൽ തൻ്റെ മുണ്ടൊന്ന് മടക്കി കുത്തി. അവൻ്റെ നേരെ തറപ്പിച്ചൊരു നോട്ടം നോക്കി പിറകിലേക്ക് കയ്യും കെട്ടി നിന്നു. എന്നാൽ അച്ഛനെ കണ്ടെന്ന ഭാവം പോലും ഇല്ലാതെയാണ് ആ പാമ്പാട്ടിയും കൊണ്ട് അനന്ത് നേരെ ഭദ്രയുടെ വീട്ടിലേക്ക് ചെന്നു കയറിയത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അവൻ്റെ ആ പെരുമാറ്റത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ അവരെ തന്നെ നോക്കി നിൽക്കാൻ തുടങ്ങിയപ്പോഴേക്കും അനന്ത് ഭദ്രയുടെ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നിരുന്നു.